ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളതൊരു സ്റ്റേക്കേഷനാണ്. കുട്ടിക്കാനത്തുള്ള ഓസ്റ്റേസിൽ ക്യൂ വില്ലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാവേ. നമ്മളിപ്പോൾ ഉള്ളത് കുട്ടിക്കാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഗമണിലുള്ള ഒരു ഏരിയയിലാണ്. ഇപ്പോൾ എന്തോന്ന് പേരുമൂട അങ്ങനെ എന്താ പറയുക, എന്തോ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. വാഗമണിലുള്ളൊരു സ്ഥലമാണ്, കുട്ടിക്കാനത്തുള്ളൊരു സ്ഥലം, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഇവിടെ വളരെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ മൂന്നുപേരെ മാത്രമേ ഉള്ളൂ. ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മ അവിടെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയിൽ ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹൗസ്, കുട്ടിക്കാനം ഹൗസ്. നമ്മുടെ പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്, സ്വിമ്മിങ് പൂൾ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്, സ്വിമ്മിങ്. സോ എൻ്റെ അമ്മയും അച്ഛനും എന്ത് ചെയ്യും അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അവരുടെ നോയ്സ് കാണും. ഇതാണ് നമ്മളെ ചെക്കിൻ ടൈം 2 o'clock ആണ്. അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വന്നപ്പോൾ തന്നെ ഫുഡ് ഓർഡർ ചെയ്തു. നൂഡിൽസും ഒരു ചിക്കൻ നൂഡിൽസും 4 ചപ്പാത്തിയും. ഇതാണ് നമ്മുടെ ഫുഡ്. ഇതിൽ നൂഡിൽസും ചപ്പാത്തിയും ബീഫും ഞാൻ കുറച്ചെടുത്തു. ഞാൻ നൂഡിൽസാണ് പറഞ്ഞത്, അപ്പോൾ എനിക്ക് ചപ്പാത്തിയും ബീഫും കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരാൻ പറഞ്ഞു. ഐസ് എൻ്റെ അമ്മ അച്ഛനും എന്തോ നിൽക്കുകയാണ്. അച്ഛന് വീഡിയോ വരെ ഒട്ടും ഇഷ്ടമല്ലാതെ, പക്ഷേ അച്ഛൻ അറിയാതെ എടുത്തു. പക്ഷേ ഇത്തേക്കുള്ളൊരു വഴി തട്ടിപ്പൊളിയാണ്. ഇറ്റ്സ് അമേസിങ് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ വരണം, നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടേക്ക് എനിക്ക് ഇഷ്ടമാണ്. ചുമ്മാ ഇങ്ങനെ നടന്ന് എനിക്ക് ഒരിടത്തും പോകണ്ട. ബെഡും പൂളും കിട്ടിയാൽ ഞാൻ എൻ്റെ ലോകത്തായിരിക്കും കഴിച്ച്. ആരും പറയണ ഞാൻ കേൾക്കാറില്ല. എൻ്റെ അച്ഛന് വീഡിയോയിൽ വരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് വന്നില്ല. എനിക്കിഷ്ടമാണ്. ഇതെൻ്റെ അമ്മയാണ്. എല്ലാവർക്കും അറിയാം. ഞാൻ വഴിയിൽ അവർക്ക് നിന്നെ അറിയാം. അല്ല, അപ്പോൾ വേദ മനുഷ്യൻ്റെ അമ്മ ഞാൻ. നമ്മൾ കുറേ നേരമായി വെയിറ്റ് ചെയ്തിട്ട് ഒരു ഫുഡ് കിട്ടിയില്ല. ഹോം 2 o'clock ചെക്കുന്നത് പറഞ്ഞിട്ട് 2 o'clock കഴിഞ്ഞു. ഇപ്പോൾ ആക്ച്വലി ടൈം എത്ര 2:10 എന്തോ ആയി. എനിക്ക് വിശക്കുന്നു ഗായ്സ്, ശരിയാവില്ല. ഇതാണ് കാണിച്ചു തരാം. അച്ഛനെ പത്തിരിയെ വീഡിയോ എടുക്കണോണ്ട് തിരിഞ്ഞ് നിൽക്കുന്നതാണ് ഗായ്സ്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം തിരിഞ്ഞാൽ ഫോക്സ് അച്ഛാ വിളിക്കണ്. യെസ്, ദിസ് ഇസ് മൈ ഡിയർ. കണ്ടോ, വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുനിഞ്ഞ് വരണം. കുനിഞ്ഞിരുന്നതുകൊണ്ടാണ് തിരിഞ്ഞ് വന്നത് ഗൈസ്. സൂം ചെയ്ത് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഗൈസ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇതൊരെണ്ണം ഇവിടെ ഒരു വാർഡ്രോബാണ്, ഒരു ചെറിയ ലോക്കർ പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അതുണ്ട്. പിന്നെ ഒരു മിററുണ്ട്. നമ്മൾ തുറക്കുമ്പോൾ ഒരു നല്ല നീറ്റായിട്ടുള്ളൊരു റൂമാണ്, മീൻസ് ബാത്റൂമാണ്, വാഷ്റൂം. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പം ഇത് അമ്മ കിടക്കുന്നു, ബെഡാണിത്, ഇത് അച്ഛൻ. പിന്നെ നമ്മൾ ഇവിടെ പോകുമ്പോൾ ബാൽക്കണിയാണ്. ഇതേപോലത്തെ സെയിം 3 റൂംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ 3 റൂംസും ഈ ഹോട്ടൽ മൊത്തം നമുക്കാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഫുഡ്. ബീഫ് റോസ്റ്റ്, നൂഡിൽസ്, പിന്നെ ചപ്പാത്തി. ഗൈസ്, സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ബോട്ടിലൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും നല്ല ഫുഡായിരുന്നു, വയറ് നിറഞ്ഞു. ലാസ്റ്റ് ഒരു പകുതി ചപ്പാത്തി കിട്ടി. ചപ്പാത്തി ഞാൻ കഴിച്ചു ഗൈസ്. നല്ല ടേസ്റ്റുള്ള ചപ്പാത്തി ആയതുകൊണ്ട് ഞാനത് കഴിച്ചു. എല്ലാവരും കൊള്ളാമെന്നാണ് പറയുന്നത്. ഇനി ദിസ് ഈസ് സ്ലീപ്പിംഗ് ടൈം.
ഒരു സ്ലീപ്പിംഗ് ടൈമാണ്. അപ്പോൾ സ്ലീപ്പിംഗ് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ പൂളിൽ ഇറങ്ങും. ഒരു 5 o'clock നമ്മൾ പൂളിൽ ഇറങ്ങും. 5 ഒക്കെ ആകുമ്പോൾ എന്തായാലും ഒരു നാപ്പ് ടൈം പോലെ എടുക്കാം. ഓക്കെ, സോ ഗായ്സ് നോക്കിയ മഴ ഗായ്സ്, എന്ത് ചെയ്യാൻ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്നെ സംഭവിക്കുന്നത്. എപ്പോൾ ഞാനിത് ചെയ്താലും ഇതാണ് സംഭവിക്കുന്നത്. എപ്പോൾ പൂളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാലും മഴയായിരിക്കും പെയ്യുന്നത്. പക്ഷേ നോക്കൂ ഗായ്സ്, നമ്മളിവിടെ കളിക്കുന്നു. ഇതാരാ അവിടെ എത്തിച്ച? അതിയെന്നൊന്നും അറിഞ്ഞൂടാ ചെയ്യാൻ. നമുക്കിതുണ്ട്, ചെസ്സുണ്ട്, യുണുണ്ട്, ബ്ലാക്ക് ബോക്സ് മീൻസ് മറ്റേ പോക്കർ ആ കാർഡുണ്ട്, ചീട്ട് അതുണ്ട്, ക്യാരമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുളിച്ച് കഴിഞ്ഞെന്നല്ല, കുളിക്കാൻ പോവുകയാണ്. കുളിക്കാൻ പോവുക മീൻസ് സ്വിമ്മിങ് പൂളിൽ വി ആർ ഗോയിങ് ടു സ്വിം. നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഇറങ്ങുന്നതിന് മുമ്പേ ആയിരുന്നു നല്ല മഴയായിരുന്നു. ഞാൻ ഏതൊക്കെ ദൈവമല്ലാണ്ട് ഗുരുവായൂരപ്പനെ വിളിച്ച് ആ ഒരു മഴയും ഇടിയൊക്കെ മാറി നമ്മൾ സ്വിമ്മിങ്ങിന് പോകാൻ പോവാണ്. ഇതെൻ്റെ സ്വിം സ്യൂട്ടാണ്. കാരണം ഞാൻ സ്വിമ്മിങ്ങിന് പോയിട്ടുണ്ട്, 1 year പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂമാണിത്. ഗോഗിൾസ് ഉണ്ട്, ക്യാപ്പുണ്ട്, പിന്നെ ബാഗിനകത്ത് എൻ്റെ വേറൊരു സ്വിമ്മിങ് ഡ്രസ്സും, പിന്നെ എൻ്റെ സ്വിമ്മിങ് ക്ലാസ്സിലെ ഇതും ഉണ്ട്, എന്തോന്നു കാർഡ് ഒക്കെ. അപ്പോൾ നമ്മൾ സ്വിമ്മിങ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് കുളിച്ച് നല്ല ഫ്രഷായി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് റെഡിയായി. ഇതാണ് നമ്മുടെ റൂമിൻ്റെ പുറത്തു നിന്ന് നോക്കിയാൽ ഉള്ള ഒരു വ്യൂ. ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ പൂളിൽ ഇരുന്നപ്പോൾ തന്നെ ഓർഡർ ചെയ്തു. ഞാൻ ഈ ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞാണ്. ഞാൻ ക്യാമറയിൽ മൈക്കില്ലാതെയാണ് ഈ വീഡിയോ മൊത്തം ശബ്ദമുള്ളത് വരെ ഞാൻ എടുത്തത്. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്, ബാക്കിയെല്ലാം ഞാൻ മൈക്കില്ലാതെയാണ് ചെയ്തത്. അതിൻ്റെ ക്ലാരിറ്റി കുറവൊക്കെ കാണും. ഞാൻ ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നീട് ഓർത്തത് ശബ്ദം കേൾക്കില്ല എന്ന്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ഫുഡാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ എന്തൊക്കെ ഓർഡർ ചെയ്തു ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു ഹണി ചില്ലി അൽഫാമും 2 ചപ്പാത്തീസും പറഞ്ഞു. അച്ഛനൊരു പെരി അൽഫാമും എത്ര ചപ്പാത്തി 3 or 4 ചപ്പാത്തീസ് എന്തോ പറഞ്ഞു. അമ്മ ഒരു ഷവർമ പറഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് വാങ്ങിച്ച ബീഫ് ഉണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞു അതൊക്കെ മതി, നമുക്കത് വെച്ച് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 7 ചപ്പാത്തീസ് വാങ്ങിച്ചു. അതെനിക്ക് ഓർമ്മയുണ്ട്, 7 ചപ്പാത്തീസ്. അമ്മ ഒരു ഷവർമ, ഞാനൊരു ഹണി ചില്ലി അൽഫാം, അച്ഛനൊരു പെരി അൽഫാം വാങ്ങിച്ചു. അമ്മ ഷവർമ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷവർമയിൽ ഇഷ്ടം പോലെ കല്ലൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. കല്ല് മീൻസ് എനിക്കായിരുന്നു അമ്മ ആദ്യം തന്ന, അതിൽ കല്ലൊന്നും ഇല്ലായിരുന്നു. അമ്മ കഴിച്ചു വന്നപ്പോൾ കല്ലുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ തീരാറായപ്പോൾ നിർത്തിയ വേണ്ട, അതൊരു ഭയങ്കര കല്ലെന്ന് പറഞ്ഞിട്ട് തീരാറായപ്പോൾ നിർത്തിയ. എന്താ പറഞ്ഞാൽ അമ്മ അതിൽ കുറച്ചല്ലേ ഉള്ളൂ, അതും കൂടെ അങ്ങ് കഴിയില്ല, ഒന്നും ഇല്ലല്ലോ ഇനി, അല്ലാതെ മൊത്തം കല്ലെന്ന് പറഞ്ഞിട്ട് അതവിടെ വച്ചിട്ട് പോയി ഗൈസ്. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ 2 3 4 ആഴ്ചയായി. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്തു, വോയിസ് ഓവർ ചെയ്യുന്നത് ക്ലിയർ അല്ല. അങ്ങനെ ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ്. ഇപ്പോഴാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. എന്തായാലും നാളെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഗൈസ്. സൺഡേ, ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന സാറ്റർഡേ ആണ് തോന്നുന്നത്. സൺഡേ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ആൻഡ് ഗൈസ്, സൺഡേ ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം നമ്മുടെ എൻ്റെ കുഞ്ഞമ്മയുടെ മോള്, അതായത് എൻ്റെ സിസ്റ്റർ, സ്വന്തം സിസ്റ്ററല്ല കസിൻ സിസ്റ്ററാണ്, കുഞ്ഞിയുടെ നൂലുകെട്ട് നെയിമിങ് സെറമണിയാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇപ്പം നമ്മൾ നടക്കുന്നത്. സൺഡേയിലത്തെ വീഡിയോ ഞാൻ അടുത്ത സൺഡേ ഇടാം. ഓക്കെ, അതൊക്കെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണൂ ഗൈസ്. നല്ല വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ട്രാവൽ വ്ലോഗാണ് ഞാൻ എടുക്കുന്നത്. അറിയത്തില്ല എങ്ങനെയായിരിക്കുമെന്ന്. ഞാൻ അൽഫാമും ചപ്പാത്തിയും കൂട്ടി കഴിച്ചു. അൽഫാം മീൻസ് നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന അൽഫാമിൻ്റെ ടേസ്റ്റ് അല്ല ഗൈസ്, അത് വേറൊരു ടേസ്റ്റ് ആയിരുന്നു. മീൻസ് നമ്മുടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്നത് അത്രയ്ക്ക് സ്വീറ്റ് അല്ല, പക്ഷേ ഇതെന്ന് വെച്ചാൽ നല്ല സ്വീറ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സ്പ്രഷനൊക്കെ ഇടുന്നത്. അമ്മ ഇങ്ങനെ നോക്കിയിട്ട് കാണിക്കുന്നത്, അമ്മ അവിടെ വീഡിയോ എടുക്കുകയാണ്.
അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നത്. ഇതുവരെ ഞാൻ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഹെൽപ്പോടെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്ന ഫസ്റ്റ് വീഡിയോ ആണിത്. സോ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ കഴിച്ച് കഴിഞ്ഞ് പോയി കുളിച്ച് റെഡിയായിട്ട് ഫ്രഷായി പിറ്റേ ദിവസം അതായത് നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ മാത്രം ഉണ്ടായിട്ട് ഇത്ര ദിവസം താമസിച്ചിട്ട് ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി. എന്താ ചെയ്യാം, വിഷമിച്ചല്ലേ പറ്റൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ദിസ് ഇസ് അവർ ന്യൂ കാർ. ഹൈ റൈഡറാണ്. KL01DG 1706 ആണ്. സോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ, പിറ്റേ ദിവസത്തെ വീഡിയോ. അത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ കുറച്ചേ ഉള്ളൂ. ഞാൻ അത്രേ എടുത്തുള്ളൂ, എനിക്ക് ബാക്കി എടുക്കാൻ മടിയായിരുന്നു. നമ്മൾ താമസിച്ചിരുന്ന ഓസ്ട്രേലിയയിലെ ക്യൂവില്ല എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലായിരുന്നു. ഇവിടുത്തെ റോഡ് വളരെ മോശമായിരുന്നു ഗൈസ്. ഇതാണ് ഇവിടുത്തെ റോഡെന്ന് പറഞ്ഞാൽ നൈറ്റ് വരുന്നത് റിസ്ക്കാണ്. മാക്സിമം നിങ്ങൾ മോർണിംഗ് വരാൻ നോക്കുക, നൈറ്റ് റിസ്ക്കാണ് വരുന്നത്. സോ നമ്മൾ അങ്ങനെ പോയി നമുക്ക് വിശപ്പടിച്ച് നമ്മൾ ഹോട്ടലിൽ നിന്നൊന്നും കഴിച്ചില്ല. അപ്പോൾ രാവിലെ നമ്മൾ ആരാധന റെസ്റ്റോറൻറ്റ് കണ്ടു. ബേക്കറി സ്നാക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ്. കാരണം ഈ അച്ചായൻസിൻ്റെ ബീഫ് റോസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് അവരുടെ ബീഫ് റോസ്റ്റ്. അത് കഴിക്കാനാണ് കയറിയപ്പോഴത്തേക്ക് ആ ചേട്ടൻ പറയാം ബീഫ് റോസ്റ്റ് റെഡി ആയില്ല. നമ്മൾ എന്ത് ചെയ്തു, 2 പൊറോട്ടയും 2 മുട്ടക്കറിയും വാങ്ങിച്ചു. മുട്ടക്കറി മീൻസ് 2 പറഞ്ഞത്. ഞാൻ മുട്ട കഴിക്കാറില്ല, അമ്മയും അച്ഛനും മാത്രമേ മുട്ട കഴിക്കാറുള്ളൂ. ഞാൻ വ്രതത്തിലാണ്, ചിക്കൻ മാത്രമേ കഴിക്കാറുള്ളൂ, വേറൊന്നും കഴിക്കാറുള്ളൂ. അതാണ് എൻ്റെ ന്യൂ ടൈപ്പ് ഓഫ് വ്രതമാണ്. എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ എവിടെ കിട്ടിയാലും 3 നേരം എനിക്ക് ചിക്കൻ കിട്ടിയാലും ഞാൻ കഴിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചിക്കൻ. നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടനാണെങ്കിലോ നല്ല കുറച്ചിരിക്കണം, നല്ല ചൂടോടെയുള്ള ബീഫ് റോസ്റ്റ് കൊണ്ടുവന്നു. പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. നല്ല ബീഫ് റോസ്റ്റ് ആയിരുന്നു, ചൂടോടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബീഫ് റോസ്റ്റ് ആയിരുന്നു. എന്ത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വാട്ടർഫോൾസ് കണ്ടു. വാട്ടർഫോൾസ് ആയിരുന്നു, ഞാൻ പേര് മറന്നുപോയി. ഇവിടെ ഫോറസ്റ്റിൻ്റെയൊക്കെ മീനിങ് എഴുതിയിട്ടുണ്ട്. F for ഫുഡ്, O for ഓക്സിജൻ, R for റെയിൻ, E for എക്കോ ബാലൻസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനത് നോക്കിയാണ് കേട്ടോ വായിച്ചത്. എൻ്റെ ബുദ്ധി വിമാനം തന്നെ ഗൈസ്. ശരിക്കും എൻ്റെ ചാനൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടമാണോ? എൻ്റെ വോയിസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി നല്ല വോയിസ് വേണമെങ്കിൽ പറയുക, ഞാൻ നല്ല വോയിസ് കൊണ്ടുവരാം. പിന്നെ നമ്മൾ കുറച്ച് സാധനം വാങ്ങിക്കാൻ ഇറങ്ങി. ഇവിടുത്തെ പൈനാപ്പിളൊക്കെ അടിപൊളിയാണ്. നമ്മൾ കുട്ടിക്കാലത്തേക്ക് പോയപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച്. അടിപൊളിയായിരുന്നു ഗൈസ്. പൈനാപ്പിളിൽ ഇവർ മധുരം എക്സ്ട്രാ ആഡ് ചെയ്യാറില്ല. പൈനാപ്പിളിൻ്റെ മധുരമാണ് അവർക്കുള്ളത്. പൈനാപ്പിളിൻ്റെ മധുരമാണ് ജ്യൂസ് അടിക്കുമ്പോൾ കിട്ടാറുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുപോയി. പക്ഷേ ആ പൈനാപ്പിളിന് അത്രയ്ക്ക് ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. പൈനാപ്പിൾ അടിച്ചപ്പോൾ എനിക്ക് കയ്പായിട്ടൊക്കെ തോന്നി ഗൈസ്. എങ്ങനെയായാലും അവിടുത്തെ പൈനാപ്പിൾ ജ്യൂസ് അടിപൊളിയായത്. എനിക്ക് ഇപ്പോഴും കുടിക്കാൻ ആഗ്രഹമുണ്ട് ഗൈസ്. എന്നിട്ട് അവിടെ ഉപ്പിലിട്ട മാങ്ങ വാങ്ങിച്ചു. ആ ഉപ്പിലിട്ടിരിക്കുന്ന മാങ്ങയുടെ പേര് മൂവാണ്ടൻ മാങ്ങ എന്നാണ്. കുട്ടിക്കാനം ആ ഒരു സൈഡിലോട്ടുള്ളവർക്ക് അറിയായിരിക്കും മൂവാണ്ടൻ മാങ്ങ. ഞാൻ ആദ്യമായിട്ടാണ് ആ മാങ്ങയുടെ പേര് കേൾക്കുന്നത്. ഉപ്പിലിട്ട മാങ്ങയായിരുന്നു, കഴിച്ചു. എനിക്ക് ഓക്കെയാണ്. സാധാരണ ഉപ്പിലിട്ട മാങ്ങ എന്ന് വെച്ചാൽ നല്ല പുളിപ്പില്ലേ, പച്ച മാങ്ങയില്ലേ. ഇത് കുറച്ച് പഴുത്തിട്ടുള്ള മാങ്ങയായിരുന്നു. ഈ മൂവാണ്ട മാങ്ങയിൽ തന്നെ പഴുത്ത മാങ്ങ തന്നു. പക്ഷെ അതെനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല ഗൈസ്. എന്നാലും കൊള്ളായിരുന്നു. പിന്നെ ഞാൻ പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചു. ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നല്ല വീഡിയോ നമുക്ക് തന്നെ കാണാം. ടാറ്റാ.